ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളിൽ പലർക്കും അറിവുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഗൂഗിളിൽ ഒത്തിരി ഫീച്ചർ വന്നെങ്കിലും ആൻഡ്രോയിഡ് നമ്മളെ ഒത്തിരി സ്വാധീനിച്ചൊരു ഫീച്ചർ തന്നെയാണ്. അപ്പം ആൻഡ്രോയിഡ് ഉള്ള ഫോണാണ് മിക്കവാറും യൂസ് ചെയ്യുന്നവരും കുറേ പേര് യൂസ് ചെയ്യുന്നതും ആൻഡ്രോയിഡ് ഫോണുകളാണ്. ഇനിയും പല പ്രായമുള്ളവർ ഒത്തിരി പേര് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പലർക്കും ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ആ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എങ്ങനെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ, ആൻഡ്രോയിഡായ എല്ലാ ഫോണിലും പ്ലേ സ്റ്റോർ ഉണ്ട്. ഇതിപ്പോൾ ആപ്പിൾ ആണെങ്കിൽ അവർക്ക് വേറെ ഒരു പേരാണ് ഐട്യൂൺസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഇതിൻ്റെ പേര് പ്ലേ സ്റ്റോർ എന്നാണ്. അപ്പോൾ എൻ്റെ ഫോണിനകത്ത് പ്ലേ സ്റ്റോർ ഞാൻ കാണിക്കാം. ഇതാണ് എൻ്റെ പ്ലേ സ്റ്റോർ. ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ മേളിൽ ഗൂഗിൾ പ്ലേ എന്ന് എഴുതി വരുന്നു. അവിടെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് നമുക്ക് അടിച്ചു കൊടുക്കാം. ഉദാഹരണത്തിന് നമ്മൾ മലയാളം ഡിക്ഷണറിയാണ് വേണ്ടതെങ്കിൽ മലയാളം ഡിക്ഷണറി എന്ന് കൊടുക്കുക. അല്ലെ ഒരു ഗെയിമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഗെയിം കൊടുക്കുക. അതല്ല നമുക്ക് വേണ്ട വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് എന്ന് കൊടുക്കുക. അതല്ല വാട്സപ്പ് എന്ന് കൊടുത്ത് ഇൻസ്റ്റാൾ കൊടുത്താൽ അത് ഇൻസ്റ്റാൾ ആവും, വാട്സപ്പ് ഇൻസ്റ്റാൾ ആവും. ഇനി നമുക്ക് വേണ്ട ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇത് കാണിക്കാം. ഓലം എന്ന് പറഞ്ഞ ഡിക്ഷണറി, ഓലം മലയാളം ഡിക്ഷണറി ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തു. നമുക്കത് ഡൗൺലോഡ് ആവുന്ന കാണാം. ചില ഫോണിനകത്ത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് പിന്നെയും ചോദിക്കും. എന്തെങ്കിലും അവർ പേഡ് വല്ലതും ചോദിക്കുകയാണെങ്കിൽ നോ കൊടുക്കുക. അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുന്ന കാണാം. ഇപ്പോൾ എല്ലാം ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് പോകാം. ബാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ അത് വന്നു ഓലം. ഇപ്പോൾ എനിക്കത് യൂസ് ചെയ്യാം. കണ്ടോ, ഇത്രയേ ഉള്ളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നോക്കാവുന്ന കാര്യമാണ്. നിങ്ങൾക്കിത് ചെയ്യാം, ഈസിയാണ്. അറിയാത്തവരിലേക്ക് ഇത് എത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.